പെർമിറ്റ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി ഏറ്റുമുട്ടിയ ബസ് ഉടമ റോബിൻ ഗിരീഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. കോട്ടയം മേലികാവ് പഞ്ചായത്ത് 8-ാം വാർഡിലാണ് റോബിൻ ഗിരീഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമല്ല. ഞാനത് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വൃത്തികേടുകൾ ഞാൻ പുറമേ കാണിച്ചു. അത് നടപടിയില്ല എന്ന് നാട്ടുകാർ എന്നെ എല്ലാ രീതിയിലും കുറേയെല്ലാം പൂട്ടി ശല്യം ചെയ്തു. ഇതെല്ലാം അതുകൊണ്ട് ഞാൻ തോറ്റു പിന്മാറുമെന്നായിരുന്നു എല്ലാവരും ഓർത്തിരുന്നത്. അപ്പോൾ എൻ്റെ നിലപാട് എന്താണെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ആ നിലപാട് എനിക്ക് തെളിയിക്കാൻ പറ്റിയെന്നുള്ളതിന് ഈ ലോകത്ത് ആർക്കും ഒരു സംശയമില്ല. ഇത് തന്നെ ഞാൻ ഇവിടെയും പറയുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ആയിരിക്കണമെന്നുള്ളത് എൻ്റെ നിലപാടുണ്ട്. ആ നിലപാട് പ്രൂവ് ചെയ്യാൻ എൻ്റെ ഒരു വേദി അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ഇലക്ഷനെ. എൻ്റെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരെല്ലാവരും തന്നെ 1 റൗണ്ട് 2 റൗണ്ടൊക്കെ മൊത്തം വീട് കയറ്റം കഴിഞ്ഞു. ഞാൻ ഇതുവരെ വീട് കയറിയിട്ടില്ല. ഞാൻ അത്യാവശ്യം ആൾക്കാരോട് വോട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കും. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുന്നു. പറയൂ ടോബി. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ സ്വകാര്യ ബസിന്റെ ആ ഒരു കോയമ്പത്തൂർ യാത്ര അതിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വലിയ ചർച്ചയായതാണ്. MVD ഈ ബസ് വഴിയിൽ തടയുന്നു, പരിശോധന നടത്തുന്നു, അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നു. അങ്ങനെ സർക്കാരുമായി ഒരു നേരിട്ട പോരിന് ഇറങ്ങിയ വ്യക്തിയാണ് ഗിരീഷ് എന്ന് പറയുന്ന ഈ റോബിൻ ഗിരീഷ്. എന്തായാലും അദ്ദേഹവും മത്സര രംഗത്തേക്ക് എത്തുന്നു. മേലുകാവിലെ 8-ാം വാർഡിൽ ഇടമർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം മത്സരിക്കുന്നത്. യാതൊരു മറ്റ് പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സഹോദരനും മത്സര രംഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ സുപ്രീം കോടതിയിലുണ്ട്. അതിനെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടല്ല, അതിനപ്പുറത്തേക്ക് ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് തനിക്കുള്ളത് എന്നാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.